പതിവ് പോലെ ഇന്നും ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. എന്നത്തെയും പോലെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന പ്രാണനാഥനെയും പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളെയും നോക്കിയിരുന്നു. എന്തോ ഇന്നിവർക്കൊക്കെ വല്ലാത്തൊരു ഭംഗിയാണ്. എൻ്റെ പ്രഭാതത്തിനും എൻ്റെ പങ്കാളിയെയും ഞങ്ങളുടെ സ്നേഹനിധിയായ മക്കളെയും ഇത്രയും ഭംഗിയാക്കി തന്ന എൻ്റെ രക്ഷിതാവിനോട് 1000 നന്ദി പറഞ്ഞു. എന്താണെന്നറിയില്ല, പ്രിയപ്പെട്ടവൻ്റെ കൂടെ ഒരിത്തിരി നേരം പുതപ്പിനിടയിൽ ചുരുങ്ങിക്കൂടി ആ ചൂട് തട്ടിക്കിടക്കണം എന്ന് തോന്നി. എൻ്റെ കൈകൾ മെല്ലെ അദ്ദേഹത്തെ പൊതിഞ്ഞു. ഉറക്കത്തിൽ നിന്നും പതിയെ കണ്ണു തുറന്ന അദ്ദേഹം ഒരു നിമിഷം എന്നെ നോക്കി. ഇന്ന് ആ കണ്ണുകളിൽ എന്നുമില്ലാത്തൊരു തിളക്കം. ഉറക്കത്തിൽ നിന്ന് ഒരു നിമിഷം എന്നെ ഒന്ന് നോക്കി, ഒരു ചെറു ചുംബനം നൽകി വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി. ഇനി തിരക്കിലേക്ക് ഓടിച്ചെന്നില്ലെങ്കിൽ സമയത്തെ ഓടിച്ചെന്ന് പിന്തുടരേണ്ടി വരും. ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് ഓടി. ഇനിയുള്ള കുറച്ച് നിമിഷം എൻ്റെ സംസാരവും എൻ്റെ കഥ പറച്ചിലും അടുക്കളയിലെ പാത്രങ്ങളോടും ഗ്ലാസുകളോടുമൊക്കെയാണ്. അവരോടൊരു മൽപ്പിടുത്തമാണ്. തിരക്കുകളുടെ മൂർധന്യാവസ്ഥയിലും ഭർത്താവിൻ്റെയും മക്കളുടെയും എല്ലാ കാര്യവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് ശേഷം വൈകുന്നേരം 4 മണി വരെയും ഞാൻ തനിയെ ഇരിക്കേണ്ടവളാണ്. 5-6 മണിക്കൂറിൻ്റെ ഒറ്റപ്പെടലാണെങ്കിലും എന്തോ അവരില്ലാണ്ട് എനിക്കാവില്ല. എൻ്റെ തിരക്കുകൾ അസ്തമിക്കാൻ തുടങ്ങി. മക്കൾ യാത്ര പറഞ്ഞ് സ്കൂളിലേക്കും ഭർത്താവ് ജോലിസ്ഥലത്തേക്കും ഇറങ്ങി. വീടിൻ്റെ ഉമ്മറപ്പടിയിലിറങ്ങിയവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഓടി വന്ന് വാരിപ്പുണർന്ന് ജീവിതം കെട്ടിപ്പടുത്താനുള്ള തിരക്കിലേക്ക് നടന്നു നീങ്ങി. ഞാനും പോയി എൻ്റെ തിരക്കുകളിലേക്ക്. പല നാളുകളായിട്ട് എനിക്ക് വസ്ത്രങ്ങൾ തയ്ക്കാൻ ഇഷ്ടമാണ്. ഓടി നടന്ന് പഠിക്കാറുമുണ്ട്. എൻ്റെ അടുക്കള ഒതുക്കി നേരെ ഞാൻ തയ്യൽ മെഷീനിൻ്റെ അരികിലെത്തി. നാളുകൾക്കപ്പുറം ഒരു സുഹൃത്ത് വഴി തയ്യലിൻ്റെ ബാല്യപാഠങ്ങൾ തിരിച്ചറിഞ്ഞ് പഠിച്ചിരുന്നു. നല്ലൊരു തയ്യൽക്കാരിയാവുക എന്നത് ഒരു കലയാണല്ലോ. സമയം 1 മണി. എന്തോ വിശപ്പില്ല. അവരൊന്നുമില്ലാതെ കഴിക്കാനിരിക്കുമ്പോൾ വിശപ്പിന് അത്ര രുചി തോന്നാറില്ല. അവരെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഹാളിൻ്റെ കോണിലിരുന്ന ഫോൺ തുരുതുരാ മണിയടിക്കുന്നുണ്ടായിരുന്നു. ഓടിച്ചെന്നെടുത്തപ്പോൾ മറുതലയ്ക്ക് പ്രിയപ്പെട്ടവൻ്റെ നാദം. എനിക്ക് വേണ്ടി ഒരു സമ്മാനം കരുതിയിട്ടുണ്ടത്രേ. കൂടുതലൊന്നും പറഞ്ഞില്ല, കട്ട് ചെയ്തു. സമ്മാനം കൈകളിലെത്താൻ ആകാംക്ഷയോടെ ഞാൻ കാത്തിരുന്നു. ആലോചനയിൽ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതാ മറ്റൊരു കോൾ. അദ്ദേഹമാണെന്നോർത്ത് വീണ്ടും ഓടിച്ചെന്ന് ഫോൺ കൈകളിലാക്കി. മറുപുറം സുഖകരമല്ലാത്ത വാർത്ത. ആൾക്ക് ചെറിയൊരു അസ്വസ്ഥത. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, അവിടേക്ക് സാവധാനം എത്തിയാൽ മതി. ഞാൻ വിശ്വസിച്ചില്ല. എങ്ങനെ വിശ്വസിക്കും? ഇപ്പം എന്നെ വിളിച്ചതല്ലേ ഉള്ളൂ. കള്ളം പറയല്ലേ എന്ന് ഞാൻ ആവർത്തിച്ചു. ആശുപത്രിയുടെ വരാന്തയിലെത്തുമ്പോഴും എൻ്റെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും വേണ്ടാത്ത ചിന്തയിലേക്ക് നയിച്ചിരുന്നില്ല. ഓരോ സ്റ്റെപ്പ് മുന്നിൽ നടക്കുമ്പോഴും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയൊക്കെ മുഖത്ത് പരിഭ്രാന്തി. എനിക്കൊന്നും മനസ്സിലായില്ല. സിയുവിൻ്റെ ഡോറിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും തെല്ലൊന്നും പിടികിട്ടാതെ ഞാൻ അസ്വസ്ഥയായി. അദ്ദേഹം അവിടെ ഒരു നേരിയ ശ്വാസത്തിൽ കിടക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാവരോടും പോരാടി നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തി തന്ന മനുഷ്യനാണോ പ്രപഞ്ചത്തോട് പോരാടി തോറ്റിക്കിടക്കുന്നത്? ഞാൻ സ്തംഭിച്ചു നിന്നു. വാക്കുകളില്ല, കണ്ണീരുമില്ല, പ്രാർത്ഥനകൾ മാത്രം. കഴിഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഞങ്ങൾ നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങിയത്. സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈകൾ മുറുകി പിടിച്ച് അരികിലിരുന്നു. പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും. അദ്ദേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം പോലെ. കാൽവിരലുകൾ ചെറുതായി അനങ്ങുന്നുണ്ട്. എൻ്റെ ഹൃദയവും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം വീട്ടിലെത്തുമ്പോഴേക്കും എന്തെങ്കിലും ആരോഗ്യപരമായി ഉണ്ടാക്കി കൊടുക്കേണ്ടേ? ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. വരട്ടെ ഇങ്ങോട്ട്, കണക്കിന് കൊടുക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ഞാൻ പരിഭ്രാന്തിയായി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ബന്ധുക്കളും അയൽക്കാരൊക്കെ ഓരോന്നായി വന്നു തുടങ്ങി. അദ്ദേഹം ഹോസ്പിറ്റൽ വിട്ട് വരുന്നതറിഞ്ഞിട്ടാവണം. ആളുകളുടെ എണ്ണം കൂടി. എന്തൊക്കെയോ എനിക്ക് വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കകം ഞാൻ ആ സത്യം അറിഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ടായിരുന്നു. ആ വാർത്ത കേട്ട നിമിഷം ഞാനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എനിക്ക് നിയന്ത്രിക്കാനായില്ല. പിന്നീട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പ്രിയതമൻ്റെ തണുത്തുറച്ച ശരീരം കാണാൻ ചുറ്റിലുള്ളവർ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി. ആദ്യമായി അദ്ദേഹത്തോട് ദേഷ്യം തോന്നിയ നിമിഷം. സ്വപ്നങ്ങൾ കണ്ട് ജീവിതത്തിൻ്റെ കയ്പും മധുരവും ഒന്നിച്ചാസ്വദിച്ച് ഒറ്റക്കാക്കി പോയവനോടുള്ള ദേഷ്യം. വെറുപ്പായിരുന്നു എന്നോടും എല്ലാവരോടും.
എന്നെ പടച്ചുവിട്ട് കഷ്ടപ്പാട് കുത്തി നിറച്ച് ശേഷം ഒരാശ്വാസം തന്ന ജീവിതത്തിലേക്ക് നയിച്ച എൻ്റെ സൃഷ്ടാവിനോടും എല്ലാം അവസാനിച്ചിരിക്കുന്നു. പ്രതീക്ഷകളും പ്രത്യാശകളും. ഇന്നെൻ്റെ ആദ്യ ദിനം. അവൻ്റെ മാറിലെ ചൂടേൽക്കാണ്ട് മൂലയിൽ ചുരുങ്ങിക്കിടുന്ന ദിനം. കയ്യിലെ മൺവിളക്കിലെ കരിന്തിയിലേക്ക് മിഴികളൂന്നി ഞാൻ അങ്ങനെ ഇരുന്നു. അടുക്കളപ്പുറത്തെ ഇരുട്ടിലേക്ക് മിന്നിമായുന്ന വെളിച്ചം പോലെ നേർത്തൊരു തേങ്ങലായിരുന്നു. എത്ര ഇരുട്ടിലും കണ്ണിലെ നനവ് കനലായി എരിയുന്നുണ്ടായിരുന്നു. ഇന്നും സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുന്നേ ഞാൻ ഉണർന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവൻ ഇന്നില്ലെന്ന സത്യം എന്നെ വല്ലാതെ തളർത്തി. ഓർമ്മകൾ എന്നെ വല്ലാണ്ട് നോവിച്ചു. പതിയെ അടുക്കളയിലേക്ക്. അടുപ്പിലെ കനലുകൾ ഊതി ഞാൻ തീയാക്കി. ഓരോ ജോലി ചെയ്യുമ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കണ്ണുനീരിൻ്റെ ചൂടിൽ അടുപ്പിലെ തീ പോലും കെട്ടുപോവുകയായിരുന്നു. തളരാതെ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് പരിഹാരം. ഓരോ ദിവസം കഴിയുന്തോറും ആളുകളും ആരവങ്ങളും കുറഞ്ഞു. മക്കൾക്ക് വേണ്ടിയുള്ള പലഹാരപ്പൊതികളുടെ എണ്ണവും കുറഞ്ഞു. സഹായഹസ്തങ്ങളുടെ തുരുതുരായുള്ള പ്രവാഹം മാസങ്ങൾക്കിപ്പുറം നിലച്ചു. അന്വേഷണങ്ങൾ നിലച്ചു. സഹതാപം നിലച്ചു. ചോദ്യങ്ങൾ നിലച്ചു. എല്ലാവരുടെയും ചിന്തയിൽ നിന്നും അദ്ദേഹം മറഞ്ഞു. ശരീരം മണ്ണിനടിയിൽ മറഞ്ഞ പോലെ. ഇനി കുറ്റപ്പെടുത്തലുകളുടെ നാളുകൾ. ആര് മറന്നാലും ഞങ്ങൾക്ക് സാധിക്കുമോ? ഞാനും എൻ്റെ മക്കളും കൂട്ടത്തോടെ ഇരുന്ന് കരഞ്ഞ ദിവസങ്ങൾ എന്നും കടന്നു പോകുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി മക്കളും കണ്ണുനീർ മറച്ചു വെച്ചു. ഇന്ന് ഞാൻ എൻ്റെ പാത്രങ്ങളോടും ക്ലാസുകളോടും മൽപ്പിടുത്തം നടത്താറില്ല. കഥകൾ പറയാറാണ്. എൻ്റെ കഥനകഥകൾ. മക്കളെ താലോലിക്കുന്ന പിതാക്കളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ മൂർച്ചയുള്ള കടാര ഇറക്കിയ വേദന തോന്നാറുണ്ട്. ദാമ്പത്യം നയിക്കുന്നവരെ കാണുമ്പോൾ ഞങ്ങളുടെ നല്ല നിമിഷത്തെ ഓർത്ത് നെടുവീർപ്പിടാറുണ്ട്. ജീവിതം രുചിച്ചല്ലേ മതിയാവൂ, അത് മധുരിച്ചാലും കയ്പായാലും. എൻ്റെ പ്രാണന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പോരാടുന്നു. എപ്പോഴോ അറിയാതെയോ അറിഞ്ഞോ എൻ്റെ കൂട്ടായി വന്ന തയ്യൽ യന്ത്രം എൻ്റെ മറ്റൊരു പ്രാണനായി. ഇന്ന് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ സ്നേഹിതൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. കുറ്റം പറഞ്ഞവർക്കും കൂടെ നിന്നവർക്കും നന്ദി. എന്നാലും അവസാനമായി എൻ്റെ പ്രാണൻ എനിക്ക് കരുതിയ ആ സമ്മാനം എന്തായിരിക്കും? എനിക്കറിയില്ല.